ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചില മാധ്യമപ്രവർത്തകരുടെ തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് മറ്റാരും അത് ഒരു റിവ്യൂവിന് വിധേയമാക്കിയില്ല എങ്കിലും അവരുടെ സ്ഥാപനങ്ങൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വിവരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ അല്പജ്ഞാനം എന്ന് പറയുന്നത് വലിയ ആപത്താണ്. അവിടെ കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോകേണ്ടുന്ന ഒരു കാര്യമല്ല. മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അല്ലാതെ അവിടെ പോയി അവിടെയുള്ള ആൾക്കാരോടെല്ലാം തട്ടിക്കയറി എസ് പി എപ്പോൾ വരും, കളക്ടർ എപ്പോൾ വരും, എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, എന്നോട് പറഞ്ഞിട്ട് 15 മിനിറ്റ് ആയല്ലോ, എന്നിട്ട് ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഫ്രണ്ടേഷണൽ മോഡിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ അവർ തന്നെ അതിനെ ഏത് രീതിയിലേക്കാണ് സ്പെക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവരുടെ ആളിനെ രക്ഷപ്പെടുത്തുന്നതിന് നമ്മൾ കാര്യമായി ഇടപെടുന്നില്ല എന്ന രീതിയിലേക്ക് പറയുകയും അതൊരു വാർത്തയായിട്ട് വരികയും ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഓൾറെഡി ഉള്ള പ്രഷറിന് പുറത്തേക്ക് അനാവശ്യമായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുന്നു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളിയുടെ അഭിപ്രായം വരുന്നു. പിന്നീട് ഈ ആൾക്കാരെല്ലാവരും കൂടെ ചിരിച്ചു നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ആ സൈറ്റിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഫോൺ റിങ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വണ്ടിയുടെ GPS ഓൺ ആയിരിക്കുന്നത്, വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആധികാരികമായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് പോലും തയ്യാറാകാതെ അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പല സിനിമകളും ഇറങ്ങുന്ന സമയത്ത് ആ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ചിലർ നടത്തുന്ന സിനിമ റിവ്യൂ പോലെയുണ്ട്. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. കണ്ടതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കുറെ അധികം അഭിപ്രായം അവർ പറയുന്നു. അതേപോലെ അല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്, രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കൂടി മനസ്സിലാക്കണം. 50% മണ്ണ് നീക്കി 20% അവിടെ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. എനിക്ക് എക്യുപ്മെന്റ് കൊണ്ടുവരും, എനിക്ക് ഓർഡർ ഇടാൻ അവകാശമില്ല എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആരെ വിശ്വസിക്കണം? 100% ഞാൻ യോജിക്കുന്നു. എക്സ്പേർട്സ് വരികയും ഒരിക്കൽ രക്ഷാപ്രവർത്തനം അവർ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ എക്സ്പേർട്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഞാൻ പറയുന്നത് പോലെയല്ല അവർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കുണ്ടാകുന്ന കൺഫ്യൂഷനാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. സാധാരണക്കാരെ പോലെയല്ല ഈ ഇവിടെ കാണാതായിരിക്കുന്ന ആൾക്കാരുടെ വീട്ടുകാരും ബന്ധുക്കളും എന്തെങ്കിലും മനസ്സിലാക്കണം. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇപ്പൊ MLA തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു ആശ്വാസമാണ്. കാരണം ഞങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ലോക്കൽ എക്സ്പെർട്ടീസ് വെച്ചിട്ട് ഞങ്ങളുടെ വിവരം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഇത് ഉള്ളത്. എനിക്കെല്ലാമായി തൃപ്തിയായി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.